നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. കേരള കലാമണ്ഡലത്തിലെ രുചിമാറ്റം ചർച്ചയാകുന്നു. ചരിത്രത്തിലാദ്യമായി കലാമണ്ഡലത്തിൽ ചിക്കൻ ബിരിയാണി വിളമ്പിയത് കഴിഞ്ഞ ദിവസം. വർഷങ്ങളുടെ സസ്യാഹാര രീതി മാറിയതിൽ പലർക്കും അതൃപ്തി. നിറവേറിയത് വിദ്യാർത്ഥികളുടെ നീണ്ടകാലമായുള്ള ആവശ്യം. 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഓർമ്മയാകുന്നു. കാലപ്പഴക്കം മൂലം കെട്ടിടം പൊളിച്ചു തുടങ്ങി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഖ്യരാജ്യമായിരുന്ന കൊച്ചിയിലെ ചുരുക്കം ചില പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായ വടക്കാഞ്ചേരി സ്റ്റേഷൻ നിലവിൽ വന്നത് 1888 മുതൽ 1895 വരെ കൊച്ചി രാജ്യം ഭരിച്ച കേരളവർമ്മയുടെ കാലത്ത്. പഴയലക്കിടിയിൽ നിർധന കുടുംബത്തിന് വീടൊരുക്കി ജമാഅത്തെ ഇസ്ലാമി. കനാലോരത്ത് താമസിച്ചിരുന്ന 4-അംഗ നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത് ജമാഅത്തെ ഇസ്ലാമി ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ലളിതമായ ചടങ്ങിൽ വീടിന്റെ താക്കോൽ കൈമാറി. വാർത്തകൾ വിശദമായി. കേരള കലാമണ്ഡലത്തിൽ രുചിമാറ്റം. മാസത്തിൽ 2 തവണ മാംസാഹാരം വിളമ്പും. വിയ്യൂർ ജയിലിൽ നിന്നെത്തിച്ച ചിക്കൻ ബിരിയാണി വിളമ്പിയതോടെ 1 നൂറ്റാണ്ടോളം പഴക്കമുള്ള കലാമണ്ഡലത്തിലെ സസ്യഭക്ഷണ സംസ്കാരമാണ് വഴിമാറിയത്. കലാമണ്ഡലം ക്യാൻറ്റീനിൽ വെജിറ്റേറിയൻ ഭക്ഷണത്തിനൊപ്പം നോൺ വെജിറ്റേറിയനും വേണമെന്ന് ഏറെ നാളായി വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നു. ഇത് പല വാദപ്രതിവാദങ്ങൾക്കും ഇടയാക്കി. ഒടുവിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് വിദ്യാർത്ഥികൾക്ക് ചിക്കൻ ബിരിയാണി വിളമ്പിയത്. 480 വിദ്യാർത്ഥികളുള്ള കലാമണ്ഡലത്തിലെ 450 കുട്ടികളും ചിക്കൻ ബിരിയാണി കഴിച്ചതായും 30 വിദ്യാർത്ഥികൾ മാത്രമാണ് സസ്യഭക്ഷണം കഴിച്ചതെന്നും കലാമണ്ഡലം രജിസ്ട്രാർ പറഞ്ഞു. 1930 സ്ഥാപിതമായ കലാമണ്ഡലത്തിൽ ആദ്യമായി സസ്യേതര ഭക്ഷണം വിളമ്പിയത് വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട്. കലാമണ്ഡലത്തിലേക്ക് സസ്യേതര ഭക്ഷണം കയറ്റിയത് ശരിയായില്ലെന്ന് പല മുതിർന്ന കലാകാരന്മാരും വിമർശിച്ചു. സസ്യാഹാരത്തിന് ഊന്നൽ നൽകിയിരുന്ന ഗുരുകുല രീതിയാണ് ഇവിടെ പിന്തുടരേണ്ടതെന്നാണ് ഇവരുടെ വാദം. മാത്രമല്ല, ആയുർവേദവുമായി ബന്ധപ്പെട്ട ഒഴിച്ചിലുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സസ്യേതര ഭക്ഷണം ഗുണകരമല്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. അതേസമയം സസ്യേതര ഭക്ഷണം വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിന് ഗുണകരമാണെന്ന വാദവും ഒരു ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ അവകാശമുണ്ടെന്നാണ് കലാമണ്ഡലം അധികൃതരുടെ വാദം. അധ്യാപകരും ഉദ്യോഗസ്ഥരുമെല്ലാം മാംസാഹാരം ഭക്ഷിക്കാറുണ്ട്. മാസത്തിൽ 2 തവണയെങ്കിലും വിദ്യാർത്ഥികൾക്ക് മാംസാഹാരം വിളമ്പാനുള്ള നടപടികൾ ആലോചിച്ചു വരികയാണെന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഓർമ്മയാകുന്നു. കാലപ്പഴക്കം മൂലം കെട്ടിടം പൊളിച്ചു തുടങ്ങി. 1891 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഖ്യരാജ്യമായിരുന്ന കൊച്ചിയിലെ ചുരുക്കം ചില പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായിരുന്നു വടക്കാഞ്ചേരി. 1888 മുതൽ 1895 വരെ കൊച്ചി രാജ്യം ഭരിച്ച കേരളവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ നിലവിൽ വരുന്നത്. കൊച്ചി രാജവംശത്തിന്റെ കുലദേവതയാണ് പഴയന്നൂരിലെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രം. ക്ഷേത്രദർശനത്തിനെത്തിയിരുന്ന കൊച്ചി രാജാക്കന്മാർക്കും ഏറെ പ്രിയമുള്ള ഇടമായിരുന്നു വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ, കോടതി, വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ, ആശുപത്രി, വായനശാല തുടങ്ങിയ ഒട്ടനവധി സൗകര്യങ്ങൾ ബ്രിട്ടീഷുകാരും കൊച്ചി രാജാക്കന്മാരും ചേർന്ന് വടക്കാഞ്ചേരിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. പഴയന്നൂർ, ചേലക്കര, ചെറുതുരുത്തി, എരുമപ്പെട്ടി, തൃശൂർ മെഡിക്കൽ കോളേജ് തുടങ്ങി വലിയൊരു പ്രദേശത്തിൻ്റെ നിയമവാഴ്ച നടത്തിയിരുന്നത് ഒരു കാലത്ത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായിരുന്നു. ഈ പ്രദേശങ്ങളിലെ ജനസംഖ്യാ വർധനവും കുറ്റകൃത്യങ്ങളുടെ തോതും വർദ്ധിച്ചതോടെ പ്രദേശത്ത് പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണവും കൂടി. എങ്കിലും കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇപ്പറഞ്ഞ പോലീസ് സ്റ്റേഷനുകളെല്ലാം വടക്കാഞ്ചേരി സർക്കിളിന് കീഴിലായിരുന്നു. ഇപ്പോൾ വടക്കാഞ്ചേരി നഗരസഭയിൽ തന്നെ 1 ലക്ഷത്തിൽ താഴെയാണ് കുട്ടികളടക്കം ജനങ്ങളുള്ളൂ. അപ്പോൾ 140 കൊല്ലം മുമ്പ് ഒരു പക്ഷേ 1000-1500 ജനങ്ങളെ ഇവിടെ ഉണ്ടായിരുന്നിരിക്കുള്ളൂ. അവിടെ ഒരു പക്ഷേ ഇവിടെയൊക്കെ ഒരു തരം കാടായിരുന്നിരിക്കണം. അതിൻ്റെ ഒരു തെളിവാണല്ലോ വടക്കാഞ്ചേരി കാട് എന്ന പേരിൽ അറിയപ്പെടുന്ന പാർലിക്കാട്, പുല്ലാനിക്കാട്, കരുതക്കാട്, കുമ്പളങ്കാട്, എങ്കക്കാട്, വേണ്ട അകമല എന്ന് പറയുന്ന സ്ഥലം വരെ ഒരു പക്ഷേ സ്ഥലനാമങ്ങൾ തന്നെ കാടായിരുന്നതിൻ്റെ സൂചിപ്പായിരിക്കാം. അത്തരത്തിലുള്ളൊരു കാലത്ത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചരിത്ര പ്രാധാന്യം. വേറൊരു പ്രാധാന്യം എന്താ വെച്ചാൽ കേരളത്തിലെ അപൂർവം ഐജിമാരും DGPമാരൊക്കെ ഉണ്ടായതിൽ വെച്ച് വടക്കാഞ്ചേരിയിൽ നിന്നും നമുക്കൊരു DGPയെ പറഞ്ഞയക്കാൻ സാധിച്ചു എന്നുള്ളതും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വലിയ ഒരു കാര്യം തന്നെയാണ്.
ഈ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വീട്ടിൽ താമസിച്ചിരുന്ന AV വെങ്കടാചലം സർ എന്ന അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ വടക്കാഞ്ചേരി എന്നും അറിയപ്പെടും. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ ഓഫീസ് റൂമിൽ ഞാൻ സ്വർണ്ണതുല്യമായി ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ചരിത്രങ്ങൾ. അതിനുശേഷം 1881 തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ്റെ നവീകരണം ഞാൻ അറിഞ്ഞിടത്തോളം 1991 പുതിയ കെട്ടിടത്തിലേക്ക് വന്നത്. അപ്പോഴും ഈ പഴയ കെട്ടിടം പിൻഭാഗത്ത് നിലനിന്നു. അതിനുശേഷം ആ പുതിയ കെട്ടിടത്തിൻ്റെ ഇടത്തും വലത്തുമായിട്ട് 2 ചെറിയ കെട്ടിടങ്ങളുണ്ടായി. കാലഘട്ടത്തിനനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുണ്ട്. വളരെയധികം മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും കുറവ് ക്രൈം നടക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അതിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ നമിക്കുക തന്നെ വേണം. രാജഭരണവും ബ്രിട്ടീഷ് ഭരണവും മാറി, ആധുനിക കെട്ടിടങ്ങളും സൗകര്യങ്ങളും വന്നു. ആധുനികതയെ പുൽകുമ്പോഴും പഴമയെയും പുരാതന നിർമ്മിതികളെയും നിലനിർത്തണമെന്ന അഭിപ്രായമുള്ളവരും വടക്കാഞ്ചേരിയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പഴയലക്കടിയിൽ നിർധന കുടുംബത്തിന് വീടൊരുക്കി ജമാഅത്തെ ഇസ്ലാമി ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കനാൽ ഓരത്ത് താമസിച്ചിരുന്ന 4 കുടുംബത്തിന് സുരക്ഷിതമായി അന്തിയുറങ്ങാൻ വീട് നിർമ്മിച്ചു നൽകിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പർമാർ കൈകോർത്തതോടെയാണ് പഴയലക്കിടിയിലെ നിർധന കുടുംബത്തിന് തലചായ്ക്കാൻ വീടൊരുങ്ങിയത്. പഴയലക്കിടി കനാലോരത്ത് താമസിക്കുന്ന റാബിയയ്ക്കും കുടുംബത്തിനുമാണ് ജമാഅത്തെ ഇസ്ലാമി ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങൾ വീടൊരുക്കിയത്. വീടിൻ്റെ ഉദ്ഘാടന കർമ്മം ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ MK മുഹമ്മദ് അലി നിർവഹിച്ചു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു പഠനം അനുസരിച്ച് കേരളത്തിൻ്റെ മലയോര പ്രദേശങ്ങളിൽ വെറുതെ ഒരു ഷീറ്റ് വലിച്ചു കെട്ടിയിട്ട് അതിനകത്ത് മാതാപിതാക്കളും മക്കളുമൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന അനേകായിരം കുടുംബങ്ങളുണ്ട് എന്നാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് മുഹിയുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം K സുഹറ, പഴയലക്കടി മഹല്ല് സെക്രട്ടറി PA ഷൗക്കത്ത് അലി, ഷംസുദ്ദീൻ പത്തിരിപ്പാല, വുമൻസ് ജസ്റ്റിസ് ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് റുക്സാന, വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ജാഫർ പത്തിരിപ്പാല, ഷഹനാസ് ഒറ്റപ്പാലം, തോപ്പിൽ സുലൈമാൻ, റുക്കിൻ ഹിത്തി സാബി, സെക്രട്ടറി റഹീമ, VP മുഹമ്മദ് അലി, K ഫൈസൽ, P യൂസഫ് അലി, അനസ് സക്കീർ, ഇർഫാൻ ഹബീബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മങ്കര യൂണിറ്റ് കൺവെൻഷൻ മങ്കര NSS കരയോഗം ഹാളിൽ നടന്നു. യൂണിയൻ സംസ്ഥാന കൗൺസിൽ അംഗം P രാജഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾക്കൊപ്പം തന്നെ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പരിഹരിക്കാനുള്ള തീവ്രമായ ശ്രമം ഈ സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് PP പ്രേമ അധ്യക്ഷത വഹിച്ചു. CM വിപിനൻ നവാഗതരെ പരിചയപ്പെടുത്തി. നവാഗതരായ 6 പേർക്കാണ് ചടങ്ങിൽ സ്വീകരണം നൽകിയത്. മുതിർന്ന പെൻഷൻകാരെ ചടങ്ങിൽ ആദരിച്ചു. K വെള്ളപ്പൻ, KC ഭരതൻ, KM ബാലകൃഷ്ണൻ, MK ശിവദാസ്, VI വേലായുധൻ, ഡോക്ടർ കുഞ്ഞുമുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളത്തിൽ നിന്ന് കിട്ടിയ സ്വർണ്ണാഭരണം ഉടമയ്ക്ക് തിരിച്ചേൽപ്പിച്ച് വിദ്യാർത്ഥികൾ മാതൃകയായി. പത്തിരിപ്പാല GVHSS 1ാം വർഷ വിദ്യാർത്ഥികളായ 7 പേരാണ് 3/4 പവനിലേറെ തൂക്കമുള്ള സ്വർണ്ണമോതിരം ഉടമയ്ക്ക് തിരിച്ചു നൽകിയത്. പത്തിരിപ്പാല GVHSS വിദ്യാർത്ഥികളായ അഹമ്മദ് നജാദ്, അഹമ്മദ് യാഹിദ് സയാൻ, ഷാദിൽ, അഫ്ലഹ്, അൻസിൽ, മുഹമ്മദ് ഷഹാൻ, മുഹമ്മദ് നസീഫ് എന്നിവർക്കാണ് തെഞ്ചേരിക്കുളത്തിൽ നിന്ന് സ്വർണ്ണമോതിരം ലഭിച്ചത്. വിദ്യാർത്ഥികൾ കുളിക്കാനിറങ്ങിയപ്പോഴാണ് 3/4 പവനിലേറെ തൂക്കമുള്ള സ്വർണ്ണമോതിരം കിട്ടിയത്. തുടർന്ന് മോതിരം നീന്തൽ പരിശീലകയായ ഹസീനയെ ഏൽപ്പിക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ വിവരമറിയിച്ചതിനെ തുടർന്നാണ് 1 വർഷം മുമ്പ് കുളത്തിൽ നഷ്ടപ്പെട്ട മോതിരത്തിന്റെ ഉടമ എത്തിയത്. പത്തിരിപ്പാല യാസീൻ നഗർ പനന്തൊടി സ്വദേശി നബീസയുടേതാണ് മോതിരം. കഴിഞ്ഞ വർഷം ഇവർ നീന്തൽ പരിശീലനം കാണാൻ കുളത്തിലെത്തിയിരുന്നു. അപ്പോഴാണ് മോതിരം നഷ്ടപ്പെട്ടത്. മണ്ണൂർ പഞ്ചായത്ത് അംഗം AA ഷിഹാബ്, ഹസീന എന്നിവരുടെ നേതൃത്വത്തിൽ മോതിരം വിദ്യാർത്ഥികൾ ഉടമയ്ക്ക് കൈമാറി. വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച വീട്ടമ്മ പാരിതോഷികമായി 7000 രൂപയും സമ്മാനിച്ചാണ് മടങ്ങിയത്.
വിദ്യാർത്ഥികളെ വാർഡംഗം എ ഷിഹാബും അഭിനന്ദിച്ചു. ഇതേ മഴക്കാലത്ത് ഈ കുളത്തിൽ ഒരു അരപ്പവന്റെ മോതിരം വീണ് പോയിട്ടുണ്ടായിരുന്നു. ആ മോതിരം ഇന്നലെ നമ്മുടെ പത്തിരിപ്പാലയിലെ നമ്മുടെ യാസ്നയിലെ കുട്ടികൾ ഇവിടെ കുളിക്കാൻ വരുമ്പോൾ അവർ കണ്ടുകിട്ടുകയുണ്ടായി. അവർ ഉടനെ തന്നെ ഇവിടെ നീന്തൽ പരിശീലകയായ അസീനയെ അറിയിക്കുകയും അസീന ഇന്നലെ വൈകിട്ട് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് വെക്കുകയും ഇത് കണ്ട് ഈ സ്വർണ്ണത്തിനുടമ ഇവിടെ എത്തുകയും ഈ കുട്ടികൾക്ക് ഒരു പാരിതോഷികം കൊടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും മാതൃകാപരമായുള്ള കുട്ടികളെ നമ്മൾ അഭിനന്ദിക്കേണ്ട ആവശ്യമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നവീകരണ പ്രവൃത്തികൾ പാതിവഴിയിലായതോടെ സ്തംഭനാവസ്ഥയിലായി കോങ്ങാട് കേരളശ്ശേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാത. പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന പദ്ധതി പ്രകാരം നവീകരണം നടത്തേണ്ട റോഡാണ് 3 വർഷത്തോളമായിട്ടും ഗതാഗത യോഗ്യമാവാതെ യാത്രക്കാർക്ക് ദുരിതയാത്ര സമ്മാനിച്ച് ശോചനീയാവസ്ഥയിൽ തുടരുന്നത്. കോങ്ങാട് കേരളശ്ശേരി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളശ്ശേരി കള്ളപ്പാടി കുണ്ടുവാപ്പാടം വഴി കടമ്പഴിപ്പുറം 16 മൈൽ വഴി കടന്നുപോകുന്ന പ്രധാന റോഡാണിത്. 2021 ആരംഭിച്ച് 22 തീരേണ്ട റോഡാണ് 2024 ആയിട്ടും പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ കിടക്കുന്നത്. റോഡ് നവീകരണത്തിനായി പ്രാഥമിക ഘട്ടത്തിൽ കുഴിച്ച ഓവുചാലുകളും റോഡിലെ കുഴികളും മഴക്കാലത്ത് യാത്രാ ദുരിതം ഇരട്ടി വർദ്ധിപ്പിച്ചതായി യാത്രക്കാർ പറയുന്നു. റോഡിലെ കുഴികളിൽ ചെളിവെള്ളവും ചെടിയും നിറഞ്ഞ് കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനക്കാരും ഇതിലൂടെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുകയാണ്. കരാറുകാരൻ അധികൃതരെയും അധികൃതർ വാട്ടർ അതോറിറ്റിയെയും പരസ്പരം പഴിചാരുന്നു. ഇതുവഴി സർവീസ് നടത്തുന്ന ബസ്സുകളും സ്കൂൾ ബസ്സുകളും യാത്രാ ദുരിതം നേരിടുകയാണ്. വാഹനങ്ങൾ തകരാറിലാകുന്നതും പതിവ് കാഴ്ചയാണ്. 5,26 ലക്ഷം രൂപ ചിലവിലാണ് റോഡ് നവീകരിക്കേണ്ടത്. മഴക്കാലമായതോടെ റോഡ് പൂർണ്ണമായും ചെളിക്കുളമായി. ഓട്ടോറിക്ഷകൾ പോലും ഇതുവഴി വരാൻ മടിക്കുകയാണ്. റോഡ് നവീകരിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളിൽ നിന്നും യാത്രക്കാരിൽ നിന്നും ഒപ്പുശേഖരിച്ച് BJP കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവ് അരപ്പത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ 5,26 ലക്ഷം രൂപ അനുവദിച്ച ഏകദേശം 3 വർഷത്തോളമായി. 2021 ഡിസംബർ 28 പ്രവർത്തനം ആരംഭിച്ച് 2022 ഡിസംബർ 27 പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കേണ്ട റോഡിൻ്റെ അവസ്ഥ 2024 ജൂൺ 25 ഇനിയും പ്രവൃത്തി പകുതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഒട്ടനവധി വാഹനങ്ങൾ പ്രതിദിനം കടന്നുപോകുന്ന ഒട്ടനവധി സ്കൂൾ വാഹനങ്ങൾ, അതുപോലെ ഓട്ടോറിക്ഷകൾ, സാധാരണക്കാർ നിരന്തരം ഉപയോഗിക്കുന്ന ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP ഇതിൻ്റെ അധികാരികളെ നിരന്തരം ബന്ധപ്പെട്ടും യാതൊരുവിധ നടപടിയും അധികൃതരിൽ നിന്നും ഇതിൻ്റെ കരാറുകാരിൽ നിന്നും ഉണ്ടാകാത്തതിൻ്റെ പശ്ചാത്തലമായി ഇപ്പോൾ കലക്ടർക്ക് ഒരു മഹാനിവേദനം നൽകാനാണ് BJPയുടെ കേരളശ്ശേരി ഘടകം ഇവിടെ നടപടി കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വയോധികരായ സർവീസ് പെൻഷൻകാരെ സംസ്ഥാന സർക്കാർ നിരന്തരം അവഗണിക്കുകയാണെന്ന് KSSPA സംസ്ഥാന സെക്രട്ടറി C. ബാലൻ. സർക്കാർ അവഗണനയ്ക്കെതിരെ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു C. ബാലൻ. ചിലവ് നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ പ്ലാൻ ബി തട്ടിപ്പ് മാത്രമാണെന്നും C. ബാലൻ ചൂണ്ടിക്കാട്ടി. മണി ഓർഡർ വഴി പെൻഷൻ വാങ്ങിക്കുന്നവർക്കാണ് പെൻഷൻ ലഭിക്കാത്തത്. ഇത്തരത്തിൽ പെൻഷൻ വാങ്ങിക്കുന്ന സംസ്ഥാനത്തെ 40,000-ഓളം പെൻഷൻകാരാണ് ദുരിതമനുഭവിക്കുന്നത്. ശാരീരിക പ്രയാസമുള്ള വയോധികരോട് പോലും കടം പറയുന്ന സർക്കാരാണ് കേരളത്തിലേത്. രാഷ്ട്രീയവൽക്കരണവും ചൂഷണവുമാണ് സർക്കാരിൻ്റെ മുഖമുദ്ര. പെൻഷൻകാരോടുള്ള സർക്കാരിൻ്റെ അവഗണനയെ ഇടതു സംഘടനകൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് അടിമത്വമാണെന്നും ബാലൻ പറഞ്ഞു. കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ കൂടുതൽ വയസ്സായിട്ടുള്ള ആളുകൾ, അസുഖങ്ങൾ ബാധിച്ചു കിടക്കുന്ന ആളുകളൊക്കെ തന്നെ ആശ്രയിക്കുന്നത് മണി ഓർഡർ മുഖേന വിതരണം ചെയ്യുന്ന പെൻഷൻ സമ്പ്രദായത്തിലാണ്. നമുക്കറിയാം, ആ പെൻഷൻ വരുന്ന സമയത്ത് വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്, വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൊച്ചുമക്കളുണ്ട്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും പെൻഷൻ ലഭിക്കുമ്പോൾ അവർക്ക് ഉടുപ്പുകൾ ലഭിക്കും, അല്ലെങ്കിൽ അവർക്ക് മധുര പലഹാരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് കൊച്ചുമക്കളുണ്ട്. നമുക്കറിയാം, 12 ദിവസമായിട്ടും
സാങ്കേതികത്വത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് മണി ഓർഡർ മുഖേനയുള്ള പെൻഷൻ 24,000 ആളുകൾക്ക് നിക്ഷേപിച്ച ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആർ പ്രഫുൽകുമാർ, വി പി രാധാകൃഷ്ണൻ, ആർ മണി, എ ഗോപിനാഥൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യങ് ഇന്ത്യ ക്യാമ്പയിനിന്റെ ഭാഗമായി പട്ടാമ്പി നിയോജക മണ്ഡലം ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി, സ്റ്റേറ്റ് സെക്രട്ടറി റെനോ പി രാജൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് വൈശാഖ് ദർശൻ, ഒ ജെ ജനീഷ്, അനു താജ്, ഒ കെ ഫാറൂഖ്, മാത്യു കെ ജോൺ, സി വിഷ്ണു, നോബൽ, ആനന്ദ് കെ ഉദയൻ, ഷമീം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പാലക്കാട് സമഗ്ര വെൽനസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ആരോഗ്യ സംരക്ഷണ സന്ദേശയാത്രയ്ക്ക് തുടക്കം. ഗവൺമെന്റ് മോഡൽ മോയൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച യാത്ര DDE പി സുനിജ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമാണ് സമ്പത്ത് എന്ന സന്ദേശമുയർത്തിയാണ് സമഗ്ര വെൽനസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി പാലക്കാട് മണ്ഡലത്തിൽ ആരോഗ്യ സംരക്ഷണ സന്ദേശയാത്ര 2024 സംഘടിപ്പിക്കുന്നത്. ഗവൺമെന്റ് മോയൻസ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച യാത്ര DDE പി സുനിജ ഉദ്ഘാടനം ചെയ്തു. സമഗ്ര വൈസ് പ്രസിഡന്റ് ജോസ് ചാലക്ക അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ JM ബിൽജ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ പ്രസിഡന്റ് സണ്ണി MJ മണ്ഡപത്തിൻകുന്നിൽ, എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ MN സുരേഷ് ബാബു, പ്രധാനാധ്യാപിക പ്രീജ, സോളമൻ പയസ്, ബിൻസ്, ഡോക്ടർ ഫിറോസ് ഖാൻ, രാധാകൃഷ്ണൻ സായൂജ് എന്നിവർ പ്രസംഗിച്ചു. ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട 32 സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച ബോർഡ് DDE പി സുനിജ പ്രധാനാധ്യാപിക പ്രീജയ്ക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള കലാമണ്ഡലത്തിലെ രുചിമാറ്റം ചർച്ചയാകുന്നു. ചരിത്രത്തിലാദ്യമായി കലാമണ്ഡലത്തിൽ ചിക്കൻ ബിരിയാണി വിളമ്പിയത് കഴിഞ്ഞ ദിവസം. വർഷങ്ങളുടെ സസ്യാഹാര രീതി മാറിയതിൽ പലർക്കും അതൃപ്തി. നിറവേറിയത് വിദ്യാർത്ഥികളുടെ നീണ്ടകാലമായുള്ള ആവശ്യം. 1.5 നൂറ്റാണ്ടിന്റെ ചരിത്രമുറങ്ങുന്ന വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഓർമ്മയാകുന്നു. കാലപ്പഴക്കം മൂലം കെട്ടിടം പൊളിച്ചു തുടങ്ങി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഖ്യരാജ്യമായിരുന്ന കൊച്ചിയിലെ ചുരുക്കം ചില പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായ വടക്കാഞ്ചേരി സ്റ്റേഷൻ നിലവിൽ വന്നത് 1888 മുതൽ 1895 വരെ കൊച്ചി രാജ്യം ഭരിച്ച കേരളവർമ്മയുടെ കാലത്ത്. പഴയലക്കിടിയിൽ നിർധന കുടുംബത്തിന് വീടൊരുക്കി ജമാഅത്തെ ഇസ്ലാമി. കനാലോരത്ത് താമസിച്ചിരുന്ന 4-അംഗ നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത് ജമാഅത്തെ ഇസ്ലാമി ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ലളിതമായ ചടങ്ങിൽ വീടിന്റെ താക്കോൽ കൈമാറി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു.